ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടതാണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് നോക്കാം. ഇപ്പോൾ ഡോക്ടർമാർ ഗുളിയൊക്കെ നമുക്ക് എഴുതി തരുമ്പോൾ പകുതി കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് മിക്ക ഗുളിയും പകുതി കഴിക്കാൻ പറയും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എല്ലാം ഒരുമിച്ചെടുത്തിട്ട് മുറിക്കും. അപ്പോൾ അതിന് പകരം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ ഈ സൈഡിലിട്ടിട്ട് കത്തി വെച്ചിട്ട് ഒറ്റ തട്ട് കൊടുക്കുക. അമർത്തി എടുക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. തട്ടി കഴിഞ്ഞാൽ പൊടിയില്ല, 2 കഷ്ണമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അറിയാത്തൊരു ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ റേഷൻ കടയിൽ നിന്ന് എപ്പോൾ അരി കിട്ടുമ്പോഴും അതിൽ ചെള്ളും ഉണ്ടാവും കല്ലും ഉണ്ടാവും. അപ്പോൾ കല്ല് കളയാനും ചെള്ള് കളയാനും ഇതുപോലെ ഒരു കൊട്ട ഉപയോഗിക്കുക. കൊട്ടയിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് ചെള്ളും കല്ലും ഒക്കെ പോയി കിട്ടും. ഇതുപോലെ മുതിര ഉണ്ടല്ലോ, മുതിര പിന്നെ പയറ്, ചിലവർക്ക് അതൊന്നും കല്ല് എടുക്കാൻ അറിയില്ല. അപ്പോൾ അവരെന്താ ചെയ്ത് ഇതുപോലെ കൊട്ടയിലെന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ കല്ലൊക്കെ താഴ്ത്തേക്ക് പോകും. പിന്നെ ചൂട് സമയത്താണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെയിലത്ത് കുറച്ച് നേരം പായൽ ഷീറ്റിലിടും കേട്ടോ, റേഷൻ കടയിലത്തെ അരി. എന്നിട്ട് അതിന് ശേഷം ചെള്ളൊക്കെ ഇതുപോലെ കളഞ്ഞിട്ടാണ് എടുത്ത് വയ്ക്കുക. അല്ലാണ്ട് നമ്മൾ ഗ്രാമ്പും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ചെള്ള് അവിടെ തന്നെ ഉണ്ടാവും, ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് മാത്രം. ഇതാകുമ്പോൾ ഒക്കെ പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്, അറിയാത്തൊരു ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് കാണാം. മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ തോല് കിട്ടാൻ വിഷമാവും കേട്ടോ. പുഴുങ്ങിയാലും അങ്ങനെ തോലിങ്ങനെ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചില മുട്ടകളുടെയൊക്കെ അങ്ങനെയാണ്, കോഴിമുട്ടയുടെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ തറയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക, ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ കിട്ടും, തോലൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാസ് കത്തിച്ചിട്ട് ഒരേ മുട്ട ഗ്യാസും ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോൾ ആ തൊലി ഇങ്ങനെ വിട്ടുപോരും. പുഴുങ്ങിയ മുട്ട കേട്ടോ, പച്ചമുട്ടയല്ല, പുഴുങ്ങിയ മുട്ട. ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ കേട്ടോ വിട്ടു പോന്നു കേട്ടോ. നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ചൂടാറിയതിന് ശേഷം പൊളിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തൊലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചൂടാറുമ്പോൾ പൊളിച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചായക്കും ചോറിലേക്കും പറ്റിയൊരു ഐറ്റം കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വേണമെങ്കിൽ 4 മണിക്ക് ചായയിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചോറിലേക്ക് നമ്മൾ വേറെ കറിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡായിട്ട് ഇത് എടുക്കാം കേട്ടോ. ഓംലെറ്റോ അല്ലെങ്കിൽ ബുൽസൈ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്ത് നോക്കാം. ലേശം മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം മീറ്റ് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ മുറിച്ചത് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കുനുകുനാ മുറിച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇത് നല്ലൊരു ചോറിലേക്ക് പറ്റിയ സാധനമാണ്. പിന്നെ ചായയിലേക്കോ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പറയാത്തവരൊക്കെ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതെടുക്കാം കേട്ടോ. ഇപ്പോൾ അതായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്താൽ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.